വിജയത്തിന്റെ 27ാം വാർഷിക ദിനത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കെതിരെയും കടുത്ത മുന്നറിയിപ്പുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് എന്ത് ലക്ഷ്യമായിരുന്നോ അതിൽ ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത്തരം ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിലെ ദ്രാസിൽ സംഘടിപ്പിച്ച ശൗര്യ ഭോജിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. കാർഗിൽ വിജയ് ദിവസത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ശൗര്യ സന്ധ്യയിൽ പങ്കെടുക്കാൻ ശനിയാഴ്ച വൈകുന്നേരം പ്രതിരോധ മന്ത്രി ദ്രാസിൽ എത്തിയിരുന്നു. 27ാം കാർഗിൽ വിജയ് ദിവസത്തിന്റെ വേദിയിൽ ഇന്ത്യൻ സായുധ സേനയെ വാഴ്ത്തിയ മന്ത്രി ഇത് നമ്മുടെ നൂറ്റാണ്ടാണെന്നും വരാനിരിക്കുന്ന സമയം നമ്മുടേതാണെന്നും പറഞ്ഞു. ആത്മനിർഭർ ഭാരതിയുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പരാമർശിച്ചു. സായുധ സേനയെയും സൈനികരുടെ വീര്യത്തെയും അഭിവാദ്യം ചെയ്ത രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സൈന്യം ലോകത്തിലെ ഏറ്റവും മികച്ച സേനയാണെന്നും ഇനിയും മികച്ചതാകുമെന്നും ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവർ മനസ്സിലാക്കി കൊടുക്കുമെന്നും പറഞ്ഞു. ഇന്ന് നമ്മൾ സ്വതന്ത്രരായി ശ്വസിക്കുകയും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് കാരണം കാർഗിൽ സൈനികരുടെ ത്യാഗത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മെർക്കുറി കുറഞ്ഞിട്ടും ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടും ആ മഞ്ഞുമലകളിൽ അവരുടെ കാവലാണ് ഇന്നും എന്നും നമ്മെ പിടിച്ചു നിർത്തുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ അവസരത്തിൽ തനിക്ക് തോന്നുന്ന അഭിമാനം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. ഇന്ത്യൻ സൈനികർക്ക് അദൃശ്യമായ ആന്തരിക ശക്തിയും ദേശീയവികാരവും ഉള്ളവരാണെന്നും അവരുടെ കാവലുള്ളിടത്തോളം കാലം ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യയെ ദുഷ്ടദൃഷ്ടിയോടെ വീക്ഷിക്കാൻ ധൈര്യപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൈന്യത്തിന്റെ പല പാരമ്പര്യങ്ങളെയും അടുത്തറിയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം അതിൽ പ്രിയപ്പെട്ടത് ഒരു ജവാനും ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ബഡാഖാനയാണെന്നും പരാമർശിച്ചു. ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഒരുമിച്ചുള്ള കൂട്ടായ്മയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഓർമ്മ ദിനത്തിൽ സംസാരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും സൈന്യത്തിന് ഏറ്റവും പുതിയ ഉപകരണങ്ങളും മികച്ച പരിശീലനം ലഭിക്കുക എന്നതാണ് ശ്രമമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഉടനടി തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ഇന്ത്യൻ സൈന്യത്തെ ഏത് ആക്രമണവും പ്രതിരോധിക്കാൻ സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 1999 പാകിസ്ഥാൻ പിന്തുണയുള്ള സൈനികരും നുഴഞ്ഞുകയറ്റക്കാരും ജമ്മു കാശ്മീരിലെ കാർഗിൽ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഉയർന്ന മലനിരകൾ കൈയടക്കുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരത്തിലുള്ള മഞ്ഞുമലകളിൽ അതിശൈത്യവും ശത്രുവിന്റെ ശക്തമായ ആക്രമണവും നേരിട്ടുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചത്. ടോളോളിംഗ്, ടൈഗർ ഹിൽ പോയിന്റ്, 4875 ഉൾപ്പെടെയുള്ള പ്രധാന കൊടുമുടികൾ ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചു. 1999 ജൂലൈ 26 ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയതോടെ ആ ദിവസം കാർഗിൽ വിജയ് ദിവസ് ആയി രാജ്യചരിത്രത്തിൽ രേഖപ്പെട്ടു. 27ാം കാർഗിൽ വിജയ് ദിവസത്തോടനുബന്ധിച്ച് ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ 2 ദിവസങ്ങളായി വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഇന്ത്യൻ സൈന്യം സംഘടിപ്പിക്കുന്നത്. യുദ്ധ് സംസ്മരൺ എന്ന പരിപാടിയിലൂടെ കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രവും ഓപ്പറേഷൻ വിജയയുടെ വിജയഗാഥയും അവതരിപ്പിക്കും. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരരുടെ കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.